പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 18-ാം തീയതി നമ്മുടെ ഈ എഗൈൻ പെൻഡക്കോസ്റ്റ് എന്ന പ്രത്യേക മീറ്റിങ്ങിൻ്റെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. എല്ലാവരും അല്പസമയം കർത്താവിനെ നന്ദി പറഞ്ഞാട്ട്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ എന്ന തിരുവെഴുത്ത് പറയുന്നത്, അല്ലെങ്കിൽ സ്തുതിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു രീതിയാണ്. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. വരുവീൻ, നാം ഒന്നിച്ചു വണങ്ങി നമസ്കരിപ്പീൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. അല്പസമയം കർത്താവിന് എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞ് നടത്തിയ വിധങ്ങളെ ഓർത്തിട്ട് പോയ പകൽക്കാലം കർത്താവ് അത്ഭുതകരമായി നടത്തിയത് ഓർക്കുമ്പോൾ ആ കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നത് ഓർക്കുമ്പോൾ കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയത് ഓർക്കുമ്പോൾ കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നത് ഓർക്കുമ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശു മുഖാന്തരം നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന്, ഉത്സാഹത്തോടെ ആരോഗ്യത്തോടെ നടത്തുന്ന കർത്താവിന് ഇന്ന് നമ്മളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയിൽ വീണ്ടും നിറച്ച് നമ്മളെ കൂടുതൽ ശക്തമായി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പിതാവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ, ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. നല്ലവനായ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനെ ഉയർത്തിയാട്ടെ. ആ നാമം സകല നാമത്തിന് മുകളിലുള്ള നാമം. എല്ലാ മുട്ടും ആ നാമത്തിൻ്റെ മുമ്പിൽ മടങ്ങും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകവ്യാപകമായി കർത്താവെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയുള്ളൊരു ഹൃദയം എല്ലാവർക്കും ഇന്ന് പകൽക്കാലം കൊടുത്താട്ടെ. ആമേൻ ആമേൻ. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവിന് തക്ക മഹത്വം കൊടുക്കുവാൻ തക്ക ഒരു ഹൃദയം കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ തന്നെ മക്കൾക്ക് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ഓരോരുത്തരെയും വ്യക്തിപരമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പാൻക്രിയാസിനകത്ത് ക്യാൻസർ വന്ന്, ആമേൻ, വയറിനകത്ത് ക്യാൻസർ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നസ്രയനായ യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിക്റ്റേറ്റ് ചെയ്യപ്പെട്ടവർ, ആമേൻ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരായുള്ള സൗഖ്യത്തെ ഞങ്ങൾ അവരിലേക്ക് റിലീസ് ചെയ്യുന്നു. പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. അതുപോലെ കർത്താവേ, ലങ്സിനകത്ത് വെള്ളം കെട്ടിക്കിടന്നിട്ട് ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ആ വെള്ളം, ലങ്സിനകത്ത് കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡ് വെള്ളം തന്നെ ഡ്രെയിൻ ഔട്ടായി പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം നടക്കട്ടെ. പരിപൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. ദൈവിക ഇടപെടൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവേ, ഇന്ന് പകൽക്കാലം ആത്മാവിന് വലിയ പകർച്ച നടക്കുന്നതിന് സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ. എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആത്മാവിൻ്റെ വലിയ പകർച്ചയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അതുപോലെ ഇന്നത്തെ പ്രത്യേക സ്പെഷ്യൽ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, കടന്നു വരുന്ന എല്ലാവരുടെ മേലും അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ അവർ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരു സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടിയിരുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ മേലും വലിയ ആത്മപകർച്ച അയക്കണമേ. വലിയ ആത്മശക്തി അനുഭവിപ്പാൻ, വലിയ ആത്മീക നിറവ് അനുഭവിപ്പാൻ എല്ലാവർക്കും കർത്താവ് ഭാഗ്യം കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ
മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. ആമേൻ. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്നത്തെ മീറ്റിങ്ങിൽ വലിയൊരു ആത്മപകർച്ചയുണ്ടാകുവാൻ, ആ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിവുള്ള എല്ലാവരും വന്ന് പങ്കെടുത്താട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. സാഹചര്യങ്ങളുണ്ടെങ്കിൽ, സാധ്യതകളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഉപേക്ഷയായിട്ട് വിചാരിക്കാതെ വന്ന് പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും, ആമേൻ, ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പം ഈ ആത്മപകർച്ച ഉണ്ടാകുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മൾ ശക്തി പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ആമേൻ. നമ്മളിലേക്ക് പകരപ്പെടുന്നത് മനുഷ്യൻ്റെ ശക്തിയല്ല. ആമേൻ. നമ്മളിലേക്ക് പകരപ്പെടുന്നത്, ആമേൻ, ദൈവത്തിൻ്റെ ശക്തിയാണ്. ആമേൻ. നമ്മൾ നോക്കുമ്പോൾ ഇത് കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. വേറൊരു യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു പറയുന്നുണ്ട്, 22-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടവരാ. അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. അതായത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ കർത്താവ് അവരെ ഊതുകയും അവരിലേക്ക് പരിശുദ്ധാത്മാവ് വരികയും ചെയ്തു. അപ്പോൾ അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. എന്നാൽ അവൻ വീണ്ടും കർത്താവ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം വന്നപ്പം പറയുക, അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറിയ നാൾ കഴിയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പോൾ ആദ്യം യേശു ഊതിയപ്പോൾ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നില്ലേ, അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പോരാ. നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ ഉള്ളിലേക്ക് വന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശു കർത്താവാന്ന് ഏറ്റു പറയുവാൻ കഴിയത്തില്ല. അപ്പോൾ 1-ാമത്തെ അനുഭവം എന്ന് പറയുന്നത്, അവൻ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, നമ്മളെ കൺവിൻസ് ചെയ്തു, പാപബോധം തന്നു, യേശു കർത്താവാണെന്ന് നമ്മൾ പറഞ്ഞു. അവൻ അത് കഴിഞ്ഞിട്ടുള്ള അനുഭവം എന്ന് പറയുന്നതാണ് ബാപ്റ്റിസം ഓഫ് ഹോളി സ്പിരിറ്റ്, ആത്മാവിൻ്റെ സ്നാനമെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്പോഞ്ചിനകത്തോട്ട് ഒരു തുള്ളി വെള്ളം നമ്മൾ ഒഴിച്ചാൽ ആ സ്പോഞ്ച് നനഞ്ഞിരിക്കും. എന്നാൽ സ്പോഞ്ചിനെ വെള്ളത്തിലേക്ക് മുക്കിയാലോ ആ സ്പോഞ്ച് കുതിർന്ന് വെള്ളത്തിനകത്തായി പോകും. ഇതാണ് പരിശുദ്ധാത്മ സ്നാനമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന അതിനുവേണ്ടിയാണ്, ദൈവസഭയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, പിന്നെ കർത്താവ് പറഞ്ഞു, ഈ സ്നാനം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിൽ വന്ന ആത്മാവ് അത് നമുക്ക് അനുഗ്രഹമായി. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അനേകരെ വിടുവിക്കുന്നവരും, അനേകർക്ക് അനുഗ്രഹം കൊടുക്കുന്നവരും, അനേകരെ സൗഖ്യമാക്കുന്നവരും, അനേകർക്ക് ആശ്വാസം പകരുന്നവരും, ആമേൻ, ദേശങ്ങളുടെ വിടുതലുകാരുമായി മാറും. അതാണ് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളും ആ ദാനത്തെ ആഗ്രഹിക്കണം, ആ നിറവിനെ ആഗ്രഹിക്കണം. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത് പോരപ്പാ, എന്നെ ആത്മാവിനാൽ സ്നാനപ്പെടുത്തണം. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാം, ഒരു സ്പോഞ്ചിനകത്തോട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ അതുപോലാണ് ഊതിയപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. വീണ്ടും ജനം പ്രാപിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നാൽ സ്പോഞ്ച് വെള്ളത്തിനകത്തിടുന്ന അനുഭവമാണ് സ്നാനപ്പെടുക എന്ന് പറയുന്നത്. ആത്മാവിൽ കുതിർന്നുള്ള ജീവിതം, ദൈവശക്തിയോടുകൂടെയുള്ള ജീവിതം, ആത്മപകർച്ചയോടുകൂടെയുള്ള ജീവിതം, അനേകർക്ക് അനുഗ്രഹമായി തീരുന്ന ജീവിതം നയിക്കുവാൻ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ ദൈവമക്കളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളായിരിക്കുന്ന ആ ഇടങ്ങളിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാണ്. പിതാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നാനം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മ സ്നാനം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ സംഭവിച്ചതുപോലെ ഇന്ന് ഈ കുഞ്ഞുങ്ങൾ എവിടെ നിന്ന് ഈ മെസ്സേജ് കേൾക്കുന്നു അവരിലേക്ക് ആ വലിയ ആത്മപകർച്ച ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ തൊടണം, ശക്തീകരിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അനേകർക്ക് ബ്ലെസ്സിംഗ് ആയി തീരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് and highly favored. God bless you. God bless you. Thank you. നിങ്ങൾ ഇന്ന് ഈ മെസ്സേജ് കേട്ടതിന് നിങ്ങൾക്ക് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഷെയർ ചെയ്യുന്നതിന് നന്ദി. താങ്ക് യു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.